ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്കും ഈ ഒരു ദോശ കഴിക്കാം. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും തന്നെ കാണുക. ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഇതുപോലെ ഞാൻ ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറുപയർ വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു ദോശ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് ചെറുപയർ എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ അര ഗ്ലാസ് പച്ചരിയും കൂടി ഞാൻ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് രാത്രി കുതിർത്ത് വെച്ചതാണ്. ഇപ്പോൾ അത് കഴുകി ഇതുപോലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് 2 പച്ചമുളകാണ്. അപ്പോൾ 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് പാലക് ചീരയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 3-4 ഇല കൂടി ഞാൻ എടുത്തിട്ട് അതും കൂടി നല്ലോണം കഴുകി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൽ പാലക് ചീരൻ്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയൊക്കെ എടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നല്ല ഫൈനായിട്ട് ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിലാണ് ഈ ഒരു മാവ് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ അരച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സാക്കി എടുക്കാം. ഈ ഒരു ദോശമാവ് നമ്മൾ ഉഴുന്ന ദോശയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു രീതിയിലുള്ള മാവാണ് ഇതിങ്ങനെ അരച്ചെടുക്കുമ്പോൾ കിട്ടുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പിയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഇതുപോലെ ഒരു കയ്യിൽ ദോശമാവ് ഒഴിച്ച് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. എന്നും ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും ദോശ റെസിപ്പിയും ഒക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെയുള്ളൊരു വെറൈറ്റി ദോശയൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതാ നല്ല കളറിൽ ഗ്രീൻ കളറിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കതൊരു കഴിക്കാനൊക്കെ ഒരു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ദോശയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ അല്പം നെയ്യ് കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.